സമയമായപ്പോൾ യേശുതമ്പുരാൻ ചെന്ന് ഭക്ഷണത്തിന് ഇരുന്നു. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. യേശുതമ്പുരാൻ അവരോട്, ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോട് കൂടി ഭക്ഷിക്കുവാൻ വളരെ ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ വച്ച നിവൃത്തിയാകുന്നതുവരെ ഇനിയും ഇത് ഞാൻ ഭക്ഷിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുപ്പീൻ. എന്തെന്നാൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാറ് കൊടുക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുവീൻ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. എങ്കിലും ഇതാ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന്റെ കൈ മേശമേൽ ഇരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നുവെങ്കിലും അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ മനുഷ്യന് കഷ്ടം. ആരായിരിക്കാം ഇത് ചെയ്യുവാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ആരാഞ്ഞു തുടങ്ങി. അനന്തരം തങ്ങളിൽ വലിയവനാരെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കവുമുണ്ടായി. യേശുതമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ജാതികളുടെ രാജാക്കന്മാർ അവരുടെ യജമാനന്മാരാകുന്നു. അവരുടെ മേൽ അധികാരമുള്ളവരെ അവർ നന്മ ചെയ്യുന്നവർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ചെറിയവനെ പോലെ, യജമാനൻ ശുശ്രൂഷകനെ പോലെയുമാണിരിക്കേണ്ടത്. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. എന്റെ പരീക്ഷകളിൽ നിങ്ങൾ എന്നോട് കൂടി ഉണ്ടായിരുന്നവരാകുന്നു. എന്റെ പിതാവ് രാജ്യം എനിക്കായി വാഗ്ദത്തം ചെയ്ത പ്രകാരം ഞാനും നിങ്ങൾക്കായി ഒരു വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിലെ മേശയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യും. സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ന്യായവിധിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. നമ്മുടെ കർത്താവിന് വന്ദനം ഉണ്ടായിരിക്കട്ടെ. മാളിക തന്നിൽ കൊണ്ടാടിയ മർമ്മം പാരം ശ്രേഷ്ഠതരം ശിഷ്യന്മാരെ ഭക്ഷിപ്പിൻ. കാസായും പാനം ചെയ്വിൻ. സഭ കൂടുമ്പോൾ എപ്പോഴും ഓർമ്മയിലാഘോഷിക്കണം. വീണ്ടും